നല്ല ഏത് ഭാഗമായിരുന്നു? ഇടുക്കി ഡാമിൻ്റെ തന്നെ. ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണിതായിരുന്നു. അപ്പോൾ ഉള്ളിലോട്ട് കയറി പോവാണ്. ഏകദേശം അവിടെയാണ്. എന്താണ് കാട്ടാനേ എവിടെ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ഷമി ഞാൻ ഷമീർ. അപ്പോൾ ഇത് വാഗമൺ ട്രിപ്പിലെ രണ്ടാമത്തെയാണ്. ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒപ്പം ഇവിടെ ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെയിം നെയിമിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു അക്കൗണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൻ്റെ, അതൊന്ന് ഇനേബിൾ ചെയ്ത ആൾ കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂമും കാര്യങ്ങളും കോട്ടേജും കാണാം. ഈ ഒരു കോട്ടേജിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. നേരത്തെ വണ്ടി പഞ്ചറായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ, അത് പഞ്ചറടക്കാൻ പോവുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കോട്ടേജിൻ്റെ തൊട്ടടിയിൽ ഞങ്ങളൊരു 5 റൂം എടുത്തിട്ടാണ്. ഇതിൻ്റെ മേൽഭാഗത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയ റൂം കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ തൊട്ടടിയിലാക്കി. ചുറ്റുപാടും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, മലയും കാര്യങ്ങളൊക്കെ ആയിട്ട്. റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റൂമുകൾ. ഇതൊരു റൂം, ഇവിടെ ഒരു ബെഡ്, തൊട്ടപ്പുറത്തൊരു ബെഡ്, ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു റൂമാണ്. ഇതിലൊരു സിംഗിൾ റൂമാണ്, ഒരു അറ്റാച്ച് ബാത്റൂമാണ്. ഇതും അതേപോലെ ഒരു ഡബിൾ ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബെഡ്, അപ്പുറത്തൊരു ബെഡ്റൂം. അങ്ങനെയായിട്ട് കുഴപ്പമില്ല. ചെറിയ റേറ്റിനെ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഭയങ്കര ക്ഷീണമുണ്ട്, ഒന്ന് കുടിക്കണം, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിലും കാര്യങ്ങളും പറയാം. DJയും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. ഫുഡ് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ റൂമൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പകരം ഞാൻ നേരെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഫുഡ് വെക്കേണ്ട തിരക്കിലാണ്. സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് അടുക്കളയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കാണിച്ചു തരാം. DJ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. DJ ഒക്കെ കുറച്ച് കഴിയും തുടങ്ങാൻ. ഇത് നമ്മൾ എടുത്ത റൂമിൻ്റെ അടിഭാഗമാണ്. ഇവിടെ തന്നെയാണ് അടുക്കള വരുന്നത്. അടുക്കള വലിയൊരു അടുക്കളയാണ്. ഇവിടെ അവരെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൊയ്തീനൊക്കെ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെക്കുന്നത്. എല്ലാവരും പാടെ അങ്ങോട്ട് സഹകരിച്ച് പെട്ടെന്ന് ഒരു നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. വായിട്ടിപ്പോൾ വന്ന് നിന്നിട്ടുള്ളൂ, അജീഷ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ ഇത്രയും നേരം പണിയെടുക്കായിരുന്നു. ഞാനാണ് ആ ഉള്ളി മൊത്തം ഞാനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം അടുപ്പത്ത് കയറ്റി നമുക്ക് DJ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണോ. ആസിപ്പാകെ തിരക്കിലാണ്. Charge finished. Nazanin nakunda, kesimos nakun. Nazanin nakun, sendeki mos nakun, sendeki mos. Ageye gushe tanot bebi. അങ്ങനെ ഇന്നലെ രാത്രി പെട്ടെന്ന് കിടക്കേണ്ടി വന്നു. കാരണം മിഞ്ഞാന്ന് ഉറങ്ങിയിട്ടില്ല.
ക്യാമ്പ് ഫയറും DJ കഴിഞ്ഞപ്പോൾ വേഗം ഫുഡും കഴിച്ചിട്ട് വന്ന് കടന്നു. അതാണ് പിന്നെ ഇന്നലെ രാത്രി വീഡിയോ ഒന്നും എടുക്കാഞ്ഞ്. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങളൊരു ട്രെക്കിങ് ബുക്ക് ചെയ്തിട്ടുണ്ട് ജീപ്പിൽ. ഏകദേശം ഒരു 4 മണിക്കൂർ വാഗമൺ മൊത്തം കറക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് അവിടേക്ക് പോകുമ്പോൾ വിശേഷങ്ങൾ കഴിക്കാം. അതേമാതിരി ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നേരെ ട്രെക്കിങ്ങിന് പോകും. ട്രെക്കിങ്ങിന് അടിപൊളി സ്ഥലങ്ങൾ കാണാമെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കി നോക്കട്ടെ. ഇത് ഞങ്ങളെ റൂമിൻ്റെ ബാക്കിലുള്ള ഭാഗമാണ്. അടിപൊളിയാണ്. അതെ, അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പൊക്കെ വന്നിട്ടുണ്ട്. കൊമ്പനായ ലിജോണ് ഡ്രൈവർ. അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ യാത്ര തുടങ്ങി. ഷിനു ഏകദേശം എത്ര കിലോമീറ്റർ? 35 ഞങ്ങൾ കഴിക്കാൻ നിർത്തണം. എത്ര മണിക്കൂർ ഓടിക്കാം? ഏകദേശം ഒരു 3 മണിക്കൂർ. പുട്ടും വെച്ചോ. അതെ അതെ, കഴിച്ചിട്ട് വാ. അങ്ങനെ ഞങ്ങള് പൊറാട്ട കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇത് ട്രെക്കിംഗ് പോകുന്ന റോഡാണ്. അപ്പോൾ നല്ല റോട്ടിൽ കൂടെയാണ് പോകുന്നത്. 2 സൈഡും നല്ല ഭംഗിയാണ് കാണാൻ. ഈ റോഡ് നിങ്ങൾ കണ്ടാകും, ഒറ്റ വണ്ടിക്ക് പോകാനുള്ളൊരു സ്ഥലമുള്ളൂ. പക്ഷെ ഇവരെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു 10 വണ്ടിയിൽ ഒരുമിച്ച് പോകുന്ന മാതിരിയാണ്. നല്ല പേടിയാകും, നല്ല സ്പീഡിലാണ് പോകുന്നത്. ചെറിയ റോഡ് പറഞ്ഞാൽ വളരെ ചെറിയ റോഡ്. നമ്മുടെ ജീപ്പ് സഫാരിയിലത്തെ ഫസ്റ്റ് പ്ലേസാണത്. നല്ലൊരു ഓഫ് റോഡ് മാതിരി ചെറിയ ചെറിയ റോഡിൻ്റെ ഉള്ളിക്കടയാണ് വരുന്നത് തന്നെ. നമ്മൾ വഴി കണ്ടിട്ടുണ്ടാകും. നല്ല രസമാണ് ജീപ്പിൽ വരാൻ. ഒരു പ്രത്യേക ഡ്രൈവിങ്ങാണ് അവർ. അവിടെയാണ് എന്താണ് കാട്ടാനേ? എവിടെ? അതിൽ സൂം ചെയ്യാലോ മറ്റേ ക്യാമറയിൽ. ഫാമിലീസൊക്കെ ജീപ്പ് സഫാരി എടുത്തിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് ഫാമിലിയൊക്കെ വരുന്നുണ്ട്. ജീപ്പ് സഫാരി എടുത്താൽ മാത്രമേ ഈ വാഗമൺ മൊത്തത്തിലൊന്ന് കാണാൻ കഴിയുള്ളൂ എന്നാണ് തോന്നുന്നത്, ഇവരെ റോഡും വഴികളൊക്കെ കാണുമ്പോൾ.
അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പ്ലേസിലെത്തി. ഇതേമാതിരി ഒരു കുന്നാണ്, പക്ഷെ അപ്പുറത്തൊരു തടാകമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണോന്ന് അറിയില്ല, നോക്കണം. നമുക്ക് മുന്നിലൊരു തടാകം കാണുന്നുണ്ട്. അത് വന്നിട്ട് ഇടുക്കി ഭാഗം, ഡാമിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വരുന്നത്. അപ്പുറത്തെ സൈഡ് മൊത്തം ഇടുക്കിയാണ്. നല്ല വെയിലാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെ സെക്കൻഡ് പ്ലേസ് കഴിഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് പോകണം. എത്ര കിലോമീറ്റർ പോലെ? ഒരു 3 കിലോമീറ്റർ. ഇനി എന്താണ് കാണാൻ? ഇനിയൊരു ചെറിയ വെള്ളച്ചാട്ടം, റിവർ ക്രോസ് കഴിച്ച് നമ്മള് ചെറിയ വെള്ളച്ചാട്ടം ടണൽ. അതെ അതെ, ടണൽ ഏത് ഭാഗം വരുന്നത്? ഇടുക്കി ഡാമിൻ്റെ ഇടുക്കി ഡാമിൻ്റെ തന്നെ. ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി പണിതായിരുന്നു. ഫോറസ്റ്റാണത്. നമ്മൾ ആ മല ഇന്നിപ്പോൾ കണ്ടില്ല, അതുപോലെ കാണാന്നുള്ള കുഴപ്പമുള്ളൂ. അല്ല പിന്നെ ചെറിയ ഈ മാവ് പഴയ സെറ്റപ്പല്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡീറ്റെയിലാണ് അവർ പറയുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ കോളനികളാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലത്തെ. പക്ഷെ ഭയങ്കര സെറ്റപ്പാണ്. പഴയൊരു സെറ്റപ്പൊന്നും അല്ലാന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടുള്ള റോഡ് കൂടെ ഇപ്പോൾ പോണ്. വെറും കുണ്ടും കൊടിയും പാറക്കല്ലൊക്കെയാണ്. നമ്മളെ ഓഫ് റോഡാണത്. ഫുള്ള് പാറക്കല്ലിൻ്റെ അടിയിൽ കൂടെയാണ് വണ്ടി വരുന്നത്. എൻ്റെ അമ്മ, ആ വണ്ടിയുടെ വരവ് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ഇവരെങ്ങനെ ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്നതെന്ന് അറിയാത്തത്. ഒരു ഭാഗം പൊങ്ങുമ്പോൾ ഒരു ഭാഗം നമ്മളെ നിലത്തന്നെ തട്ടുക, റോട്ടിൽ തന്നെ തട്ടുന്നില്ല. അങ്ങനെ പൊങ്ങിയിട്ടാണ് വരുന്നത്. ഒരു 3-4 ട്രിപ്പൊക്കെ ഒരു ദിവസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 2 ജീപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-8 പേരുണ്ട്. എന്താ ഏനെ ഞങ്ങൾ 2 ജീപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ജീപ്പാണ് ഇപ്പോൾ പോയത്. ഇത് രണ്ടാമത്തെ ജീപ്പാണ്. നല്ല രസമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. വേറൊരു ഫീലാണ്. അങ്ങനെ അടുത്ത സ്ഥലത്ത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. തൂക്കുപാലൊക്കെ ഉണ്ട്. തൂക്കുപാല മരം കൊണ്ട് അങ്ങോട്ട് പാലം കെട്ടിയിട്ടുണ്ട്.
പൊതുവെ ഇവിടെ എല്ലാ സ്ഥലത്തും വെള്ളം കുറവാണ്. ഞങ്ങൾ ഇന്നലെ ഒരു വാട്ടർഫാൾസ് പോയിട്ടുണ്ടായിരുന്നു, അവിടെയും തീരെ വെള്ളമല്ല. വെള്ളം ഉണ്ടാകുമ്പോൾ അത്ര കുഴപ്പമില്ല. ഇവരെല്ലാരും ഷൂട്ട് കൊണ്ട് വാഗമണ് വരുന്നവർക്ക് എന്തായാലും ഒരു ജീപ്പ് സഫാരി നിർബന്ധമാവും. കാരണം നമുക്ക് വാഗമൺ അങ്ങനത്തെ സ്ഥലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളു ഭാഗത്തേക്ക് വരണമെങ്കിൽ ജീപ്പ് വേണം. അതിനിവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ വരും. ഏകദേശം 2000 രൂപയൊക്കെ ചാർജ് വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഏകദേശം ഒരു 8-9 പേരോളം ഒരു ജീപ്പിൽ കയറും. അതുകൊണ്ട് തന്നെ നമുക്ക് ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ജീപ്പ് സഫാരി എടുത്തിട്ട് കറങ്ങാൻ പോവാം. അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണിക്കും. ഇനി ഒരു പ്ലേസ് കൂടി ഉണ്ട് ഞങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചു തരാൻ. അത് അടിപൊളി സ്ഥലമാണെന്ന് വിചാരിക്കുന്നത്, കാരണം ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത്. നോക്കി നോക്കട്ടെ. അങ്ങനെ നമ്മളെ ടണൽ ഭാഗം ഇവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അവിടേക്ക് എത്തി. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്തെങ്കിലും വെള്ളമൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങി കുടിക്കും. എങ്ങനെ ടണലിന്റെ ഉള്ളിൽ കയറി ഓല് പോയോ? അവര് ഫ്രണ്ട് പോയി, അജേഷ് ഓടി. പിന്നെ ആദ്യം ടണൽ കാണണം പറഞ്ഞിട്ട് അജേഷ് ഓടി. അജേഷ് അത് തലകടപ്പ് നിൽക്കുന്നു. ഇവിടെ വെള്ളച്ചാട്ടം എടുത്ത് വെള്ളച്ചാട്ടം വരുമ്പോൾ കാണാം. ഞാൻ ടണലിന്റെ ഉള്ളിൽ സംഭവം നമ്മളെ അക്കന്മാരായിരിക്കും ചിലപ്പോൾ അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കാടിയിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുക. ഇതാണ് ഇടുക്കി ഡാമിൻ്റെ തന്നെ ഒരു ഭാഗമാണത്. അങ്ങോട്ട് അവിടുന്ന് വെള്ളം വരുന്നതാണത്. വെള്ളം കുറവാണ്, അവിടെ തന്നെ ഉള്ളിൽ കയറാൻ കഴിയും. അപ്പോൾ ഷൂ നിങ്ങളെടുത്ത് എടുക്കണ്ട പറഞ്ഞില്ലേ? അപ്പോൾ ഇതാണ് ടണല്. ആൾക്കാരൊക്കെ എന്തായാലും പറയണം, നല്ല സ്ഥലം. വെള്ളം വന്നാൽ ഉള്ളിൽ കയറാൻ ആൾക്കാർ കാണികൾ പോട്ടെ, എന്നിട്ട് പോയി ക്യാമറ പറയാൻ. ഉള്ളിൽ ഇരുട്ടാണ്. ഉള്ളില് ഉള്ളിൽ കയറിയാലേ വീഡിയോ കിട്ടാൻ അറിയില്ല. അപ്പോൾ ഉള്ളിലോട്ട് കയറി പോവാണ്. ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. പക്ഷെ അത്രയൊന്നും പോവില്ല, ഒരു 1/2 കിലോമീറ്റർ ഒക്കെ നടന്ന് പോയി നോക്കട്ടെ വിചാരിച്ചിട്ടാണ്. ഫുള്ള് പാറ പൊട്ടിച്ചിട്ടാണ്. ചെറിയ വെള്ളമല്ലേ, ചെറിയ വെള്ളം നടക്കാൻ ആളുണ്ടല്ലോ. മടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഇന്നും കല്ലുമായിട്ട്. പക്ഷേ ഏകദേശം കുറച്ച് ദൂരം പോകുന്നു, പക്ഷെ വെളിച്ചൊന്നുമില്ല. ഇവിടെ നോക്കി അറ്റം വരെ കാണുന്നില്ല. ആവശ്യം മാത്രമേ കാണുള്ളൂ.
അങ്ങനെ തിരിച്ചിറങ്ങി. കുറച്ച് ദൂരേ പോയുള്ളൂ. ഞാൻ 2 കിലോമീറ്റർ അതാ ഇപ്പം പോയിക്കോ കുറച്ച് ദൂരം. ഞാൻ 2 കിലോമീറ്റർ പോയി. അതുവരെ ഫീലാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ. ഇവിടെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഭാഗമാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. നമ്മുടെ ടണലിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടം ഉള്ളത്. ഫുള്ള് ഫോറസ്റ്റാണ്. വെള്ളമുള്ള ടൈമൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല തോന്നുന്നു. അല്ലെങ്കിൽ അടിപൊളിയാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഫാമിലീസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ജീപ്പിൽ വരല് കിടക്കുള്ളൂ, അല്ലെങ്കിൽ ബൈക്ക് വേണം. അപ്പോൾ ട്രെക്കിങ്ങൊക്കെ ഏകദേശം തീർന്നു. ഇനി റൂമിലേക്ക് പോകണം. അവിടുന്ന് നേരെ കുട്ടിക്കാനം, അവിടെ പരുന്തുംപാറ 2-3 പ്ലേസ് കൂടിയും കാണാണ്ട്. അത് കണ്ട് നേരെ നാട്ടിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും ചാനൽ ആദ്യമായിട്ട് കാണാൻ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഐഡിയ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന അതുകൊണ്ട് ഒന്ന് കയറി ഫോളോ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ട് മാത്രമേ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. എല്ലാവരും സപ്പോർട്ട് വേണം. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും കാണാം. അതിൽ അടിപൊളി സ്ഥലങ്ങളുണ്ട് വാഗമണ്ണിൽ. ഇനിയിപ്പോൾ ഇനി 3rd പാർട്ട് വരുന്നുണ്ട്. അതും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.